ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം മെസ്സിക്ക് ലഭിക്കുന്നു. പിന്നാലെ പ്രശ്നങ്ങളും പിന്നാലെ കൂടുന്നു. സത്യത്തിൽ ഫിഫ ദി ബെസ്റ്റ് മെസ്സിക്ക് അർഹിച്ചിരുന്നു. എന്നാൽ മെസ്സി ആരാധകർ ഭൂരിഭാഗം പേരും അതിനുത്തരം ഹാലൻഡ് തന്നെയായിരുന്നു ഡിസർവിംഗ് ആയിട്ടുള്ള വ്യക്തി എന്നാണ്. കാരണം ഫിഫയുടെ ഈ വോട്ടിംഗ് നിയമമാണ് മെസ്സിക്ക് ഫിഫ ദി ബെസ്റ്റ് സമർപ്പിച്ചതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഫിഫ ബെസ്റ്റിന് പരിഗണിച്ച ഈ കാലയളവിൽ ഹാലൻഡ് ചെയ്തതിൻ്റെ പകുതി പോലും മെസ്സിക്ക് ചെയ്യാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സീരിയസ്ലി ഗൈസ്, ഹാലൻഡിന് തന്നെയായിരുന്നു ഈ ഒരു അവാർഡ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ച വ്യക്തിയായി ലിയണൽ മെസ്സിക്ക് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ അവിടെക്കട്ടെ, ഇതിനെക്കുറിച്ച് അതായത് റൊണാൾഡോ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി ഇതിനെക്കുറിച്ച് തന്നെയാണ് റൊണാൾഡോ പറഞ്ഞത്. ഫിഫ ബെസ്റ്റിൻ്റെ ചടങ്ങ് ഞാൻ കാണാറ് പോലുമില്ല. ഒരു തരത്തിൽ ഈ അവാർഡുകൾക്ക് വിശ്വസ്തത നഷ്ടപ്പെടുത്തതായി ഞാൻ കരുതുന്നു. മുഴുവൻ സീസണും ഞങ്ങൾ വിശകലനം ചെയ്യണം. മെസ്സിയോ ഹാലൻഡോ എംബാപ്പയോ ഈ പുരസ്കാരം നേടാൻ അർഹനല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ മറിച്ച് ഈ അവാർഡുകളിൽ വിശ്വസിക്കുന്നില്ല. ഇത് സത്യത്തിൽ വസ്തുതകളാണ്. ഇങ്ങനെയായിരുന്നു റൊണാൾഡോയുടെ വാക്കുകൾ. ഈ റൊണാൾഡോ പറഞ്ഞ വാക്കിനോട് യോജിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഈ ഫിഫ ദി ബെസ്റ്റ് വോട്ടിംഗ് ശൈലി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ ഇതിന് ശേഷം റൊണാൾഡോ പറഞ്ഞ മറ്റു വാക്കുകളാണ് ഫുട്ബോൾ ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് മെസ്സി 2 കൊല്ലം കളിച്ച ലീഗ് 1 ബെറ്റർ സൗദി പ്രോ ലീഗാണെന്നാണ് റൊണാൾഡോയുടെ വാക്ക്. ലീഗ് 1 കുറിച്ച് റൊണാൾഡോ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മെസ്സിക്കിട്ടുള്ള പിന്നിൽ നിന്നുള്ള ഒരു കുത്ത് തന്നെയാണെന്നാണ്. സത്യത്തിൽ സൗദി പ്രോ ലീഗിനേക്കാൾ ബെറ്റർ ലീഗ് 1 ആണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. കാരണം മികച്ച കോമ്പറ്റീഷൻ കളി അവിടെ നടക്കുന്നുണ്ട്. സൗദി പ്രോ ലീഗ് ഡെത്തിങ് അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കാരണം ലിവർപൂളിൻ്റെ ക്യാപ്റ്റനായ ഹെൻഡേഴ്സൺ സൗദിയിലേക്ക് പോകണു, സൗദിയിൽ നിന്ന് തിരിച്ചിപ്പോൾ അയാക്സിക്കൻ എത്തി. അതുപോലെ തന്നെയാണ് കരീം ബെൻസിമ ഇപ്പോൾ തിരിച്ച് യൂറോപ്പിലേക്ക് വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. സൂപ്പർ താരം ഫിർമീനിയോയും സൗദി വിട്ട് തിരികെ യൂറോപ്പിലേക്ക് തന്നെ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. അങ്ങനെ കുറേ വാർത്തകളാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ലീഗ് 1 കൂടുതൽ അല്ലെങ്കിൽ ബെറ്റർ സൗദി ആണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? റൊണാൾഡോ പറഞ്ഞ ഇതേ വാക്കിന് തിരിച്ച് മറുപടി നൽകിയിരിക്കുകയാണ് ലീഗ് 1 ഒഫീഷ്യൽ പേജ്. പറയലും തിരിച്ചടിയും പ്രതിവാദങ്ങളുമെല്ലാം ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.